തിരുവനന്തപുരം ജില്ലയിൽ തുടരുന്ന രാഷ്ട്രീയാക്രമങ്ങളെയും RSS പ്രവർത്തകന്റെ കൊലപാതകത്തെയും തുടർന്നാണ് ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന പോലീസ് മേധാവിയെയും വിളിച്ചുവരുത്തി വിശദീകരണം ആരാഞ്ഞത്. 11:15 രാജ്ഭവനിലെത്തിയ മുഖ്യമന്ത്രി നിലവിലെ സ്ഥിതിഗതികൾ ഗവർണറെ ബോധിപ്പിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ടെന്നും അക്രമങ്ങൾക്കെതിരെ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. BJPയുടെയും RSSന്റെയും സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുമെന്നും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ DGP ലോക്നാഥ് ബെഹ്റയും രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. സമാധാനം സ്ഥാപിക്കാൻ സാധ്യമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് ഗവർണർ DGPക്ക് നിർദ്ദേശം നൽകി. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിനെതിരെയുണ്ടായ ആക്രമണത്തെപ്പറ്റി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനോടും ബിനീഷ് കോടിയേരിയുടെ വീടിനെതിരെ നടന്ന കല്ലെറിനെപ്പറ്റി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോടും ഗവർണർ ഫോണിൽ വിവരങ്ങൾ ആരാഞ്ഞു. നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. രാവിലെ മുഖ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനത്ത് തുടരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരുന്നു. അക്രമങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. കേരള സംസ്ഥാന ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർ മുഖ്യമന്ത്രിമാരെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തിയിട്ടുള്ളൂ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.